വാർത്തകൾ വിശദമായി നോക്കാം. കോട്ടയം ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സംഭവത്തിൽ അക്രമി എന്ന് സംശയിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അസം സ്വദേശി അമിതാണ് കസ്റ്റഡിയിലുള്ളത്. വിജയകുമാറിൻ്റെ വീട്ടിലെ മുൻ ജീവനക്കാരനായിരുന്നു ഇയാൾ. അമ്മിക്കല്ല് ഉപയോഗിച്ച് വീടിൻ്റെ പൂട്ട് പൊളിച്ചാണ് അക്രമി വീട്ടിൽ കയറിയതെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിലെ നായകളെ അവശനിലയിൽ കണ്ടെത്തി. നിഗമനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. എന്തായാലും വളരെ വിദഗ്ധ പരിശോധന നടത്തുകയാണ്. കാരണം വിരലടയാളം അതുപോലെ തന്നെ ആയുധങ്ങൾ സംബന്ധിച്ചുള്ള ചില സൂചനകൾക്ക് ലഭ്യമാണെങ്കിൽ പോലും അതിൽ വസ്തുതകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനകം അതിൻ്റെ സൂചനകൾ ലഭ്യമാകും. കാരണം അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ടെലിഫോൺ നമ്പറുകൾ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ വ്യക്തമാക്കാനാവുന്നതാണ്. എന്തായാലും നാടിനെ നടുക്കിയൊരു കൊലപാതകമാണ്. എല്ലാ തരത്തിലും അന്തസ്സായി ജീവിച്ചിരുന്ന ഒരു ദമ്പതികൾക്ക് ഇതുപോലൊരു ദുരന്തമുണ്ടായി. രണ്ടുപേരുടെ മൃതദേഹങ്ങൾ രണ്ട് സ്ഥലത്തായിരുന്നു, കിടപ്പുമുറിയിലും പുറത്തുമായിരുന്നു. അപ്പോൾ അതെല്ലാം വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പനും മിഥുൻ മുരളിയും ചേരുന്നു. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക് പോകുന്നു. മിഥുൻ, അമിതിൻ്റെ ചോദ്യം ചെയ്യൽ എവിടെ വരെയായി? അമിതാണോ കൊലപാതകം നടത്തിയത്? പോലീസ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നൽകുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ഒപ്പം തന്നെ സാധ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് വീടിനകത്ത് പരിശോധന നടത്തിയിരുന്നു. വീടിന്റെ പരിസരങ്ങളിലേക്കെല്ലാം തന്നെ ഈ പോലീസ് എത്തി മണലിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ പോലീസ് നടത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ വിഷയത്തിന്റെ ഈ വ്യക്തികളുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി പരിശോധന വിധേയമാക്കുന്നു എന്നുള്ളതാണ്. വിജിലൻസ് സംഘം കൂടി ഇതിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരം വിശദാംശങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ കൂടി പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഇടപാടുകൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നടക്കം അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നതോടൊപ്പം തന്നെ പിടിയിലായിട്ടുള്ള വ്യക്തി, കസ്റ്റഡിയിലായിട്ടുള്ള വ്യക്തി വിശദമായിട്ടുള്ള ചോദ്യത്തിന് വിധേയമാക്കുന്നു. ഇപ്പോൾ പ്രാഥമികമായി പോലീസ് കരുതുന്നത് ഈ വ്യക്തിവൈരാഗ്യം തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടില്ല. പക്ഷേ കൃത്യമായും ഈ എങ്ങനെയാണ് ആക്രമണം നടത്തിയത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പുറകുവശത്തെ വാതിൽ തകർത്തുകൊണ്ടാണ് പ്രതി എത്തിയിരിക്കുന്നത്. ആ ജനൽ തകർത്ത് അതിനുള്ളിലൂടെ കൈ ഇട്ട് ഇത്തരത്തിൽ വാതിൽ തകർക്കുകയും അതിനുശേഷം അമ്മിക്കല്ലെല്ലാം ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോടാലിയും മറ്റും ഉപയോഗിച്ചാണ് ഈ രണ്ടുപേരെയും വക വരുത്തിയിരിക്കുന്നത്. ഒരാളെ ഡൈനിങ് ഹാളിലും സ്വീകരണ മുറിയിലും ഒരാളെ ഇത്തരത്തിൽ കിടപ്പ് മുറിയിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രാഥമികമായി അവിടെ മോഷണശ്രമങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ഈ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ ആ വീട്ടിലെ മറ്റ് വിലപിടിപ്പുള്ള സംഭവങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോഷണ ശ്രമമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യം തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലേക്കുള്ള രീതിയിലാണ് നിഗമനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം കൂടി ഈ കൊലപാതകത്തിന് വേണ്ടി നടന്നു എന്നതിനെ ശക്തമായ തെളിവുകൾ പോലീസിന് ലഭിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ വളർത്തു നായ്ക്കൾ കുലച്ചിരുന്നില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ വീടുകളുണ്ട്, തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നത് അങ്ങനെ അപരിചിതമായിട്ടുള്ള ആരെങ്കിലും എത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴോ ഈ നായ്ക്കൾ കുരയ്ക്കേണ്ടതാണ്. ഈ നായ്ക്കളൊന്നും വലിയ രീതിയിൽ കുരച്ചില്ല എന്നുള്ളതാണ് പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ നായ്ക്കളെല്ലാം തന്നെ അവശ നിലയിൽ തന്നെ തുടരുകയാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ നായ്ക്കളെ മയക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഇവർക്ക് നൽകിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഒപ്പം ഉള്ളത്. ഒപ്പം തന്നെ ഈ വീട്ടിലെ CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്കും നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇവിടെ കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ പേരിലല്ല, മറിച്ച് ഇവിടെ എത്തി ആക്രമണം നടത്തുക, ഇവരെ വധിക്കുക, തെളിവുകൾ നശിപ്പിച്ച് കടന്നു കളയുക എന്നുള്ളതെല്ലാം തന്നെ ഈ ഒരു ആസൂത്രണത്തിന്റെ സ്വഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. എല്ലാ ഘട്ടത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഇപ്പോൾ മരിച്ച ദമ്പതികളുടെ
കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ നിലനിന്നിരുന്നു. CBI അന്വേഷണം പ്രഖ്യാപിച്ച് അതിന്റെ 2 മാസം കഴിയുന്നതിനിടെയാണ് 2 മാസത്തിനുള്ളിലാണ് ഇപ്പോൾ ഈ മാതാപിതാക്കളും കൂടി മരണപ്പെട്ടത്. ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് കണ്ട് CBI അന്വേഷണം ആവശ്യപ്പെടുകയും എല്ലാമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മരണവും ഈ കൊലപാതകങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് കരുതുന്നുണ്ട്. ഈ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് ഇവരുടെ മകനെ ഏതാണ്ട് 2017 കണ്ടെത്തിയത്. അതിനുശേഷം ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആ പരിക്കുകളിലെല്ലാം തന്നെ ദുരൂഹതയുണ്ടെന്നെല്ലാം ചൂണ്ടിക്കാട്ടി ഇവർ മാതാപിതാക്കൾ പോലീസിനെ സമീപിച്ചിരുന്നു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാകാതെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് CBI ഇത്തരത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച 2 മാസത്തിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഈ 2 പേരും കൂടി കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ മിഥുൻ, മകന്റെ മരണവും ദുരൂഹ മരണവും അതുപോലെ ഇവരുടെ കൊലപാതകവും അതിൽ തമ്മിൽ ബന്ധം ഉണ്ട് എന്നാണോ ബന്ധുക്കൾ പറയുന്നത്? ഇപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഈ CBI അന്വേഷണം 2 മാസത്തിനുള്ളിൽ തന്നെ ഇവരും കൊല്ലപ്പെടുന്നു. ഇത്തരത്തിലെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ബന്ധുക്കൾക്ക് അത്തരത്തിലുള്ള ഒരു സംശയമുണ്ട്. ആ തലത്തിൽ കൂടി അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം എല്ലാ സാധ്യതകളും പരിശോധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വ്യക്തിയെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി ഇവിടെ നിന്ന് മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തിരിമറി അടക്കം നടത്തിയതിന്റെ ഭാഗമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും പോലീസ് ചോദ്യം ചെയ്യുകയടക്കം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അടുത്തിടെയാണ് ആ വ്യക്തി ഇത്തരത്തിൽ പുറത്തിറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇക്കാര്യങ്ങൾ കൂടി വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. സർവ്വ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിഥുൻ മുരളിയും ചേരുന്നു. മിഥുൻ, പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള അമിതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. നാട്ടുകാർ എന്തെങ്കിലും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് സംഭവത്തിൽ അക്രമിയെന്ന് സംശയിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അസം സ്വദേശി അമിതാണ് കസ്റ്റഡിയിലായത്. വിജയകുമാറിൻ്റെ വീട്ടിലെ മുൻ ജീവനക്കാരായിരുന്നു ഇയാൾ. അമ്മിക്കൽ ഉപയോഗിച്ച് വീടിൻ്റെ പൂട്ട് പൊളിച്ചാണ് അക്രമി വീട്ടിൽ കയറിയതെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിലെ നായകളെ അവശ നിലയിൽ കണ്ടെത്തി. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.